ഹായ് എവറി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ബികോം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന ടോപ്പിക്കാണ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1956 വെൻഡൽ ആർ സ്മിത്താണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റ് അല്ലേ, മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ഇതാക്കി മാറ്റിയിട്ട് ആ ഓരോ ഗ്രൂപ്പിനെ നമ്മൾ സെർവ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ആളുകളുടെ ഏജ്, ഇൻകം, എഡ്യൂക്കേഷൻ, റേസ്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പാക്കി മാറ്റുന്നു. ഇപ്പോൾ ലേഡീസിൻ്റേതായിട്ടുള്ള ഒരു സെക്ഷൻ, കിഡ്സിൻ്റേതായ സെക്ഷൻ, ജെൻസിൻ്റേതായ സെക്ഷൻ അല്ലേ, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഡ്രസ്സുകൾ അങ്ങനെ ആവാം, ഡ്രസ്സുകളാവാം, മറ്റു സാധനങ്ങളായിരിക്കാം അല്ലേ. അതേപോലെ പലതരത്തിൽ ഇപ്പോൾ എന്താ പറയുക, ഡെവലപ്ഡ് കൺട്രീസിലെ മാർക്കറ്റ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലെ മാർക്കറ്റ് അങ്ങനെയുള്ള ഇതായിരിക്കാം. അതേപോലെ യൂറോപ്യൻ കൺട്രീസിലെ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടോട്ടൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റും. കോട്ട്ലറാണ് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സബ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻ ടു ഹോമോജീനിയസ് സബ്സെക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ്, മൊത്തത്തിലുള്ള മാർക്കറ്റിനെ ഒരേ സ്വഭാവമുള്ള സബ്സെക്ഷൻ ആക്കിയിട്ട് മാറ്റുക. അതായത് ഒരു സബ്സെക്ഷനിലുള്ള കൺസ്യൂമേഴ്സൊക്കെ ഏതാണ്ട് ഒരുപോലെ പെരുമാറുന്നതായിരിക്കും. പിന്നെ അതിനെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് അതിലൊരു ഗ്രൂപ്പാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റായിട്ട് എടുക്കുന്നത്. അതിന് നമുക്ക് പ്രത്യേകമായിട്ട് ഓരോ കമ്പനിയെ അഡോപ്റ്റ് ചെയ്യുന്ന യുണീക്കായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യുന്നു. ദെൻ മീനിങ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റ്. സോ മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ മാർക്കറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രൂപ്പാക്കി മാറ്റി അതിലൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലുള്ള ഒരുവിധം എല്ലാ കൺസ്യൂമേഴ്സിനും ഒരേ രീതിയിലുള്ള വാൺസ്, പർച്ചേസിങ് പവർ, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ബൈയിങ് ഹാബിറ്റ്സ് ആയിരിക്കും. ഇത് ടോട്ടൽ ഒരു മാർക്കറ്റാണ്. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെഗ്മെൻറ്റ് ഇതാണ്, ഇത് വേറൊരു ഗ്രൂപ്പ് ഓഫ് സെഗ്മെൻറ്റ്, ഇത് വേറൊരെണ്ണം, ഇത് വേറൊരെണ്ണം. ഇനി എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ബ്രാൻഡ് ലോയൽറ്റി കൂടുന്നുള്ളതാണ്. നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് ഉണ്ടല്ലോ, കമ്പനി ബ്രാൻഡ്, അത് കൃത്യമായിട്ട് ആളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. ബ്രാൻഡ് റെക്കഗ്നീഷൻ ചെയ്യും. നമ്മൾ കാണുമ്പോൾ തന്നെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ക്രോക്സ്, ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ കാലിലുള്ള ചെരുപ്പ് അല്ലേ, ഒരു ക്രോക്സ് മെറ്റീരിയൽ, ആ ഒരു ഷേപ്പ്, ആ ക്രോക്സിൻ്റെ കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ചെപ്പൽ എങ്ങനെയാണോ അതാണ് അല്ലേ. അത് ഒരുവിധ ആളുകൾ ഇന്നൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുകരിച്ച് 100,000 എന്ത് ചെയ്തിട്ടുണ്ട് കമ്പനികൾ, അതുപോലത്തെ വേറെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡിനെ റെക്കഗ്നേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ മാർക്കറ്റ് ഡിഫറൻസിയേഷൻ, മാർക്കറ്റിനെ ഇങ്ങനെ വേർതിരിച്ച് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ എല്ലാ റിസോഴ്സസും, ഒരു കമ്പനിയുടെ എല്ലാ റിസോഴ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദെൻ ഡിജിറ്റൽ അഡ്വർടൈസിങ് ടാർഗറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ സക്സസ് റേറ്റ് ആയിരിക്കും. ദെൻ കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുന്നു. കസ്റ്റമർ റീടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സിൽ പറയാനുള്ളത്. എങ്ങനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് നടത്തുക? ഒന്ന്, സ്ഥാപനത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്, അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും, എന്തിനു വേണ്ടിയിട്ട്, അത് ആദ്യം ക്ലിയർ കട്ടായിട്ട് പറയാം. ദെൻ അടുത്തത്, എന്തിൻ്റെ ബേസിലാണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ നടത്തേണ്ടത്, ഏജ് വൈസിലാണോ, ഇൻകം, അതായത് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് വൈസിലാണോ, അതോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വെച്ചിട്ടാണോ, കൾച്ചറൽ ഫാക്ടേഴ്സ് വെച്ചിട്ടാണോ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുക. ദെൻ സെലക്ട് സെഗ്മെൻറ്റേഷൻ വേരിയബിൾസ്. നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്, അതായത് ഏജിൻ്റെ വൈസിലാണോ ആളുകളെ തരംതിരിക്കുന്നത്, സെക്സ് വൈസിലാണോ, ഒക്യുപ്പേഷൻ വൈസിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ദെൻ പ്രൊഫൈൽ ദ സെഗ്മെൻറ്റ്. നമ്മൾ ഒരു സെഗ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് വെച്ചിട്ട്, ഇപ്പം നമുക്ക് നമ്മുടേതായ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങളുടേതായ യുണീക്ക് ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു CV റെഡിയാക്കുന്ന പോലെ ഒരു സെഗ്മെൻറ്റിൻ്റെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആൻഡ് ഫീച്ചേഴ്സ് വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക, പ്രൊഫൈല്
റെഡിയാക്കുക. ദെൻ അടുത്തത് ഇവാലുവേറ്റ് സെഗ്മെൻറ്റ് അട്രാക്റ്റീവ്നെസ്. അവിടെ നമുക്ക് ഏറ്റവും ആകർഷണീയമായത് എന്ത്, ആ ഗ്രൂപ്പ് ഓഫ് നമ്മൾ എന്താണ് ആ ഗ്രൂപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ, അതേപോലെ അവർക്ക് ഏത് തരത്തിലുള്ള ഇൻഫോർമേഷനാണ് പാസ് ചെയ്യേണ്ടി വരിക, അവിടെയുള്ള ഡിമാൻഡ് നമുക്ക് എത്രത്തോളം ഉണ്ടായിരിക്കും, എത്രത്തോളം കസ്റ്റമേഴ്സിനെ നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും, അങ്ങനെയുള്ളത് ഭാവിയിൽ നമുക്ക് അതിൽ നിന്ന് എത്ര ഇൻകം ഏൺ ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഇവാലുവേഷൻ നടത്തുക. ദെൻ സെലക്ട് സെഗ്മെൻറ്റ്സ് ഓർ ടാർഗറ്റ് മാർക്കറ്റ്. അതിനുശേഷം നമ്മൾ ഡിവൈഡ് ചെയ്ത് കുറേ ഗ്രൂപ്പ് ആക്കിയിട്ടിട്ടില്ലേ, അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്താൽ പിന്നെ നമ്മൾ അവരിലേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയും. ദെൻ ക്രൈറ്റീരിയ ഫോർ സക്സസ്ഫുൾ സെഗ്മെൻറ്റേഷൻ. അപ്പോൾ സക്സസ്ഫുൾ സെഗ്മെൻറ്റേഷൻ നമ്മൾ വേണ്ട കാര്യങ്ങൾ, ഒന്ന് ഹോമോജീനിറ്റിയാണ്. അതായത് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഒരു ഗ്രൂപ്പിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും, അതായത് എല്ലാ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്തിരിക്കണം, ഒരുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടായിരിക്കണം നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ടായിരിക്കണം മാറ്റേണ്ടത്. ദെൻ മെഷറബിലിറ്റിയാണ്. അതിനെ നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റണം. അതിൽ നമ്മൾ എന്ത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് പ്രയോഗിച്ചാലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലേ, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ദെൻ സബ്സ്റ്റാൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, അതായത് നമുക്ക് അതിൽ നമ്മുടെ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു ഗ്രൂപ്പായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഇനഫ് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ഇതെന്ന് പറയുന്നത് ആക്സസ് ചെയ്യാൻ പറ്റണം. ഒരു മാർക്കറ്റർക്ക് ആ ഗ്രൂപ്പിനെ കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇൻ ടേംസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, എന്തെല്ലാം ടെക്നിക്സ് ആണോ ഇയാൾ ഉപയോഗിക്കുന്നത് ആ ടെക്നിക്സ് അവർക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ടെക്നിക്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ അത് പ്രോഫിറ്റബിൾ ആയിരിക്കണം. നമുക്ക് ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് തരുന്ന ഗ്രൂപ്പിനെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ റെസ്പോൺസീവ്നെസ് ആയിരിക്കണം. ആ ഗ്രൂപ്പ് നമ്മൾ പറയുന്ന ഓരോ ഇതിനോടും കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ആയിരിക്കണം. ദെൻ അടുത്തത് പറയാനുള്ളത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. ആ ഒരു മാർക്കറ്റ് നമുക്ക് ആവശ്യത്തിന് ഗ്രോത്ത് തരുന്ന മാർക്കറ്റ് ആയിരിക്കണം. ദെൻ നീഡ് ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്? ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സും വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ദേ പ്രിഫർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ്. സോ നമ്മളൊരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗ്രൂപ്പിനെയും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ സെർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ അടുത്തത് പറയാനുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ടാർഗറ്റഡ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് വാണ്ട്സ് അനുസരിച്ചിട്ട് പ്രോഡക്റ്റ് പ്ലാനിങ് നടക്കും. ദെൻ പ്രൈസിങ് സ്ട്രാറ്റജി. ആ ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഏത് തരത്തിലുള്ള പ്രൈസാണ് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുവാനും അതിന് പറ്റിയൊരു റൈറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനും പറ്റും. പിന്നെ പ്രൊമോഷണൽ പ്രോഗ്രാംസ് ഏത് തരത്തിലാണ് വേണ്ടത് അത് തീരുമാനിക്കാൻ പറ്റും. ദെൻ അതിൻ്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ സെലക്ഷൻ ഓഫ് ചാനൽസ് അത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ പാക്കേജിങ്, അപ്രോപ്രിയേറ്റ് പാക്കേജിങ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ബ്രാൻഡ് അംബാസിഡേഴ്സിനെ വെക്കാൻ പറ്റുന്നു. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ദി മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഒന്ന് നമുക്ക് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ടു ഫേംസ് ആണ്. ഫേംസിന് എന്തെല്ലാം തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് എന്നുള്ളത്. ഫേംസിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മാക്സിമം അവർക്ക് ഒരു ഗ്രൂപ്പിനെ മാത്രം സെർവ് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സെയിൽസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കാൻ എളുപ്പമാണ്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ കോമ്പറ്റീഷൻ. കാരണം മാർക്കറ്റിൽ നമ്മൾ മാത്രമല്ല ഈ ഗ്രൂപ്പിനെ സെർവ് ചെയ്യുന്നത്. ദർ ആർ ലോട്ട് ഓഫ് അതർ മാർക്കറ്റേഴ്സ് ആർ ദർ. സോ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇവരുമായിട്ടൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അത് വിൻ ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ
helps to utilize our resources in an optimized level. എല്ലാ റിസോഴ്സസും ഒരു ഫേമിനുള്ള എല്ലാ റിസോഴ്സസും ഒരു ഒപ്റ്റിമൈസേഷൻ ഒരു ഒപ്റ്റിമം ലെവലിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ അച്ചീവ്സ് മാർക്കറ്റിംഗ് ഗോൾസ്, സ്ഥാപനത്തിൻ്റെ ഗോൾസുകൾ എന്തൊക്കെയായിക്കോട്ടെ ആ ഗോൾസൊക്കെ എന്ത് ചെയ്യുന്നു, അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കും. കൂടാതെ സ്പെഷ്യലൈസ്ഡ് മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു ടൂൾ, കൂടുതൽ സ്പെഷ്യലൈസേഷൻ, കാരണം ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് നമുക്ക് മാർക്കറ്റിംഗ് ടെക്നിക്സുകൾ ഉണ്ടാക്കാൻ പറ്റും. ദെൻ ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റും. ദെൻ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അഡ്വാൻറ്റേജസ്? ഒന്ന് കസ്റ്റമർ ഓറിയൻറ്റഡ്. കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സുകൾ കിട്ടും. അത് ക്വാളിറ്റി പ്രൊഡക്ട്സുകളായിരിക്കും, റീസണബിൾ പ്രൈസിനായിരിക്കും. മറ്റു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ട്, മറ്റു ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ടാവും. കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഇതുവരെ ആരും പരീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ കുറിച്ചാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഒന്ന് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടോ അതിലധികമോ മാർക്കറ്റ് ആക്കുന്നതിനെയാണ് ഇത് പറയുന്നത് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക്, ബയേഴ്സിന് ഒരേ തരത്തിലുള്ള നീഡ്സ്, വോൺസ്, ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും. അതാണ് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിഷേ മാർക്കറ്റിംഗ് ആണ്. ഒരു സെഗ്മെൻറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു സബ് സെഗ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് എന്ത് പറയാം. പക്ഷേ അതെന്ത് ചെയ്തിട്ടില്ല, കൂടുതലായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു സ്മോൾ സെഗ്മെൻറ്റാണ്, പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും കൂടുതലായിട്ട് അതിലേക്ക് കടന്നു വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു അൺഎക്സ്പ്ലോയിറ്റഡ് പാർട്ട് ഓഫ് മാർക്കറ്റാണ്. നമ്മളൊരു മാർക്കറ്റിൽ അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ആളുകൾ ഇതിനെ കണ്ടിട്ട് അതിൻ്റെ നീഡ്സ്, വാണ്ട്സ് തിരിച്ചറിഞ്ഞ് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ളൊരു കുഞ്ഞു മാർക്കറ്റ് സെഗ്മെൻറ്റിനെ നമുക്ക് എന്ത് പറയാം, നിഷേ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റും. ലോക്കൽ മാർക്കറ്റിംഗ് ആണ് അടുത്തത്. ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ കസ്റ്റമേഴ്സ്, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ട്രേഡിംഗ് ഏരിയ, ഈ നൈബർഹുഡ് ഏരിയാസ് മാത്രം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നമ്മുടെ മാർക്കറ്റിംഗ് ടൂൾസുകൾ പ്രയോഗിക്കാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ദെൻ അടുത്തത് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ഓർ കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ്. അവിടെ ഒരു ഗ്രൂപ്പിനെയല്ല എന്താക്കി മാറ്റുന്നത്, ടാർഗറ്റായി മാറ്റുന്ന ഓരോ കൺസ്യൂമറും ഒരു മാർക്കറ്റായിട്ട് മാറുകയാണ്. ഓരോ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ്, വാണ്ട്സ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് കവറേജ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ് ആണ്. ഒന്ന് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മൊത്തം മാർക്കറ്റിനെ വേർതിരിക്കുന്നില്ല, എല്ലാവരെയും കൂടി ഒന്നിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ സെർവ് ചെയ്യുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മാഗി, പെപ്സി, കൊക്കക്കോള. ഇത് ചെറിയവർക്ക് വലിയവർക്കൊന്നൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാം അല്ലേ. ആ രീതിയിൽ ആ മാർക്കറ്റിനെ ഒന്നിച്ച് സെർവ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണെങ്കിൽ അപ്പോൾ അവിടെ ഡിവിഷൻ വരുന്നില്ലെങ്കിൽ ആ മാർക്കറ്റിംഗ് ടെക്നിക്സിന് എന്ത് പറയാം, അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, മൊത്തത്തിലുള്ള മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം, ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ആളുകൾ സോപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും, പലതരത്തിലുള്ള സോപ്പുകളുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് അറിയാം നല്ല ഗ്ലോ കിട്ടാനുള്ള ഇതുണ്ട്, സോഫ്റ്റ് സ്കിൻ ലഭിക്കാനുള്ള സോപ്പുകളുണ്ട്. അപ്പോൾ അതേപോലെ ബേബി സോപ്പുകളുണ്ട്. ഇങ്ങനെ പല ആവശ്യങ്ങൾ. ഇപ്പോൾ എണ്ണകൾ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എണ്ണകളുണ്ട് അല്ലേ. യങ്സ്റ്റേഴ്സിനുള്ളതുണ്ട്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കുണ്ട്, കുട്ടികൾക്കുള്ള എണ്ണകളുണ്ട്. അങ്ങനെ മാർക്കറ്റിനൊക്കെ തരംതിരിക്കുകയാണെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. ദെൻ വാട്ട് ഈസ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സെഗ്മെൻറ്റിലോട്ട് മാത്രം എല്ലാ മാർക്കറ്റിംഗ് എഫേർട്സുകളും കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് പറയുന്നത്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാർക്കറ്റർ ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്യുന്നു. അവിടെ തീരെ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മാർക്കറ്റായിരിക്കും അദ്ദേഹം മിക്കവാറും സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്തിട്ട് ആ മാർക്കറ്റിനെ സെർവ് ചെയ്യുന്നു. ദെൻ കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ
അവിടെ കസ്റ്റമേഴ്സാണ്, ഓരോ കസ്റ്റമറാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിങ്ങിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പേരില്ല, ഓരോ കസ്റ്റമറും എന്ത് ചെയ്യുന്നു, ഓരോ മാർക്കറ്റാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം ഡിസൈനർ ഡ്രസ്സുകളുണ്ട് അല്ലേ. അപ്പോൾ ഒരു കസ്റ്റമറാണ് അവിടുത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ വലിയ വലിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുകളാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ഡിസൈനിൽ ഇപ്പോൾ ഹോം ഇൻറ്റീരിയേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അത് എന്താണോ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് അതാണ് അവിടെ. അപ്പോൾ എല്ലാവർക്കും ചെയ്തു കൊടുത്തല്ല അവർ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2-3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാതും ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പാണ്, ഇത് വേറൊരു ഗ്രൂപ്പാണ്, ഇത് വേറൊരു ഗ്രൂപ്പാണ്, ഇത് വേറൊരു ഇത്, അങ്ങനെ ഇതിപ്പോൾ എത്രയാക്കി തരംതിരിച്ചിട്ടുണ്ട്, 6 തരംതിരിച്ചിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും, പക്ഷേ നമ്മൾ എന്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, ഈ ഒരെണ്ണത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഇത് എൻറ്റയർ മാർക്കറ്റാണ്, പക്ഷേ അതിൽ ഓരോരുത്തരും എന്താണ്, ഓരോ മാർക്കറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കസ്റ്റമൈസ്ഡ് എന്ന് പറയും. സോ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ഈ ഒരു പാർട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററൊക്കെ ആരംഭിച്ച സ്ഥിതിക്ക് എല്ലാവരും എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു.